ഹലോ ഹായ് വെൽക്കം ബാക്ക് അഗൈൻ. കൂടെ ഉള്ളത് റിൻഷാദാണ്. സോ ഇന്ന് നമ്മളിലെന്ന് പറഞ്ഞാൽ നാട്ടിലൊന്നല്ല, നമ്മളിപ്പോൾ ദുബായിലാണ്. ഇൻഷാ അല്ലാ ഇനി ദുബായിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കണം. മാസത്തിൽ 1-2 വീഡിയോയെങ്കിലും ചെയ്യാൻ പറ്റത്തെ ഉപയോഗിക്കട്ടെ. ചെയ്യാൻ പറ്റുന്നില്ലടോ, സമയമില്ല, ഒത്തിരി ഇഷ്യമാണ്. ഇൻഷാ അല്ലാ ഇനി വീഡിയോ ഉണ്ടാവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ എന്തായാലും പുതിയൊരു തുടക്കം ഇവിടെ കുറിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ദൈറയിലാണ്, ദുബായ് ദൈറയിൽ. സോ ദൈറയിലെ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ടൗണിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നതാണ്. കാരണം നമ്മൾ അവിടുത്തെ കുറച്ച് ഫുട്ടേജും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നതാണ്. ഇപ്പോൾ ഡേ ടു ഡേയിലൊന്ന് പോകേണ്ടത്, അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആൻഡ് ഓവറോൾ ഞാൻ ഈ ട്രാക്കിലോട്ട് കയറിയില്ല, നമ്മൾ ട്രാക്ക് വിട്ടിട്ടുണ്ട്. സോ ഇനി ബൈക്കും നമ്മുടെ ക്യാമറയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും വിളിച്ച് പറയും, നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ബൈക്കില്ല, ക്യാമറയില്ല, ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. ഇതും കൊണ്ട് നമ്മൾ ഫുട്ടേജ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റേതായുള്ള കുറച്ച് പരിമിതികളുണ്ട്. സോ എന്തായാലും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എടുത്തേക്കും. പിന്നെ അതിൻ്റെ നൈറ്റാണെന്ന്, കാരണം നമുക്ക് മോർണിംഗ് ഡ്യൂട്ടിയാണ്. സോ നൈറ്റ് ഇറങ്ങാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് നൈറ്റ് എടുക്കുന്നത്. സോ ഇവിടുത്തെ റൂൾസ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ആർക്കോ വേണ്ടിയിട്ടുള്ള റൂൾസല്ല, ചിലർക്ക് മാത്രമുള്ള പ്രത്യേകമായിട്ടുള്ള റൂൾസും അല്ല. ഇവിടെ ഉള്ള റൂൾസ് എന്ന് പറഞ്ഞാൽ പാലിക്കാത്തവർക്ക് നല്ല രീതിയിൽ പഠിക്കേണ്ട റൂൾസാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. സോ ദാറ്റ്സ് ദ മെയിൻ തിങ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം. കാരണം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സിഗ്നൽ കത്തുന്നത്. ഈ സിഗ്നൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ എന്തും ചെയ്യാം, ഇടിച്ചിട്ട് പോകുകയാണെങ്കിലും അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഇഷ്യൂ വരുന്ന വിഷയമല്ല. പക്ഷേങ്കിൽ ഈ സിഗ്നൽ ഉള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഇഷ്യൂ ആണ്. നല്ല രീതിയിലുള്ള ഒഫൻസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേങ്കിൽ നമുക്കിത് കിടക്കണം. അയ്യോ റെഡ് ഈശ്വര പറഞ്ഞു തീർന്നില്ല. അതാണ് ഇവരുടെ റൂൾ എന്ന് പറഞ്ഞ റൂളാണ്, ഒന്നൊന്നര റൂളാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പ്ലാൻ ചെയ്ത് വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്ലാനിങ് ഒന്നുമില്ല, ഒന്നുകൊണ്ട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പോക്കാണ്. സോ ലെറ്റ്സ് ഗോ. പിന്നെ ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബാറാണ്. സോ എൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്, തികച്ചും സ്വാഭാവികം മാത്രം. നമ്മളേക്കൊന്നും കയറില്ല, അത് നമുക്ക് ആവശ്യമില്ല. സോ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് ആലോചിക്കാം. ഇതാണ് ഫോർച്യൂൺ. ദെൻ ഫുട്ടേജിൻ്റെ ക്വാളിറ്റി പഴയ ക്വാളിറ്റി ഉണ്ടാവില്ല, കാരണം ക്യാമറ അല്ല, ഫോണിലാണ്. അത്ര വലിയ ഫോണുമല്ല, ഒരിക്കലും മാക്സിമം എഡിറ്റിങ്ങിൽ പിടിക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇത് വന്നിട്ട് ഇവിടെ നമുക്ക് ജീപ്പുകളിൽ സാധനങ്ങൾ കിട്ടുന്നുണ്ട്, സ്മാർട്ട് കാര്യങ്ങൾ, അതുപോലെ ഡ്രസ്സ് കാര്യങ്ങൾ. ഇതിൽ നമുക്കൊരു മിതമായ നിരക്കിൽ, അല്ലാണ്ട് ജീപ്പിന് പറയാൻ പറ്റില്ല, ആ ലെവലിൽ കിട്ടുന്നൊരു സ്ഥലമാണ് കിട്ടിയത്. പക്ഷേ അതുണ്ട് കണ്ണടി, ഇവിടെ എന്തൊരു ആൾക്കൂട്ടം. എന്നിട്ടാ വാച്ചാണ്, ഞാനൊരു വാച്ച് എടുത്തു ഇടൽ ഒഴിക്കും. റെസ്റ്റോറൻറ്റ് ഏരിയയാണ്, നമുക്ക് വേണ്ട ഫുഡ്. അയ്യോ അല്ലേ, ഇങ്ങനെ കയറിയേക്കാം. ഫുൾ സാധനങ്ങളാണ്, പന്നട്ടേരൊക്കെ പോയിട്ടാ ഇതിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. Okay. Is it free? Yeah, it's free. Okay, let me check. I like. ഇതെന്താ സ്ക്രീൻ കാർഡോ? ഒറ്റ സ്ക്രീൻ കാർഡ് എന്താണ്? ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു നൈറ്റ് കാഴ്ചകൾ എന്ന് പറയുന്നത്. സോ ഇനി അടുത്ത സെക്ഷനിൽ പോവാം.
ഒരു കാര്യം ഞാൻ എപ്പോഴേ പറയാം, കല്യാണം കഴിഞ്ഞ് ഒരു തയ്യപ്പ് ചെയ്ത് പെണ്ണുപിള്ളനെ ഈ ഭാഗത്തേക്ക് വരരുത്. വന്നാൽ നിങ്ങൾ പെടും, പെടും. ആദ്യമത്തെ സാധനമല്ലേ ബോക്സ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ കൈ ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ കൈ ഇങ്ങോട്ട് ബ്ലാസ്റ്റ് ഇട്ട് അടക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഗിഫ്റ്റ് ലാൻഡ് ഹൈപ്പർ മാർക്കറ്റ് വരാം. ഗിഫ്റ്റ് ലാൻഡിലേക്ക് വരാം. ഇവിടെ ഇനി എന്താണോ ഇവിടുത്തെ നിയമങ്ങളെ പറ്റി പറയേണ്ടിയിരിക്കാൻ വയ്യട്ടെ. കാരണം അത്രയും പെർഫെക്റ്റാണ്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു സിബ്ര ലൈൻ കിടക്കുന്നുണ്ടെങ്കിൽ നായിൻ്റെ മക്കൾ വന്നിട്ട് ഓർമ്മടിക്കില്ലേ? ഞാനടക്കടിക്കും. പൊതുവെ നമ്മൾ എന്താ പറയുക, പഴകി വന്നിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പെർഫെക്റ്റാണ്. മുന്നിൽ ജിറാഫേ മുന്നിൽ ചാടല്ലോ. അപ്പോൾ മുണ്ടിയും കണ്ട് നടക്കല്ലേ, വേറെ എന്തെങ്കിലും നോക്കടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ കുറ്റികൾ കാണാം. കുറ്റിയുടെ അർത്ഥം റീചാർജ് കാര്യങ്ങൾ, പേയ്മെൻറ്റ് കാര്യങ്ങൾ എല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള സെറ്റപ്പുണ്ട്. ഗിഫ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞ ഷോപ്പാണ് ഇപ്പോൾ നമ്മുടെ സൈഡിലുള്ളത്. ആൻഡ് ഡാറ്റുഡേയിലാണ് പോകാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എല്ലായിടത്തും കയറിയേക്കാം. കയറിയിട്ടൊന്നും വേങ്ങാനൊന്നുമില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ തടയും കയറി കഴിഞ്ഞാൽ അതാണ് പ്രശ്നം. സോ എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വായിക്കാം. ഇതാണ് ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ ഡാറ്റുഡേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എപ്പോഴും തിരക്കിനൊക്കെ കുറവുണ്ടാവില്ല. നല്ല റേറ്റിന് ചീപ്പറായുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം അതാണ് ഇവിടെ. ഒരുവിധം എത്തിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനാണ് ഇതിൻ്റെ ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ഫ്ലോറ ഫാർമ ടായാണ് കപ്പുകൾ അതുകൊണ്ട് നമുക്ക് പോകണ്ട. നമ്മൾക്കാരേക്കും പോകണമെന്നൊക്കെ തന്നെ. സൺഡേ ആയതുകൊണ്ടാണ് സൺഡേ ആണ്. അപ്പോൾ അതിൻ്റെതായുള്ള തിരക്കും കാര്യങ്ങളുണ്ടാവും. മിഠായികൾ ഉള്ളിൽ കൊണ്ട് കയറിയപ്പോൾ സുഖം എടുത്തിട്ട് കേസിൻ്റെ ഉള്ളിൽ കയറിയുള്ള അവസ്ഥ ഉണ്ടല്ലോ. ദുബായിലുള്ളവർക്ക് ഈ കടയുടെ ഇതൊന്നും തുറന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഒരുവിധ ആൾക്കാരൊക്കെ നാട്ടിൽ പോകുമ്പോൾ സാധനങ്ങൾ അത് ഇവിടുന്ന് കഴിഞ്ഞാൽ കാരണം നമുക്ക് നല്ല റേറ്റിൽ നമുക്കിവിടെ കിട്ടും. ഇത്രയും പേസ്റ്റ് വരുന്ന 8 റുപ്യാണ് 8 ദിർഹം. അങ്ങനെ കുറേ സ്കീമുകളുണ്ടാവും. ഇവിടെ ഫുള്ള് നമ്മുടെ ഡെയിലി യൂസ് ഐറ്റംസാണ്. ഷാമ്പ് കയ്യാറുണ്ട്. ഷാമ്പ് ഉണ്ടോ നോക്കട്ടെ. ഷാമ്പ് വാങ്ങാം. കാലേശ്വര What's up, baby? Section to color, please. ഷോർട്സ് ഒന്നും എടുക്കുന്നില്ല. ഷോർട്സ് ഇഷ്ടം പോലെ 10 രൂപ 8 രൂപ 10 കിലോ ഷോർട്സ് വാങ്ങുമ്പോൾ
സ്പോട്ടിൽ പോകും. എളുപ്പത്തിൻ്റെ ശീലം. ഫുട്വെയർ ഭാഗത്താണ് ഒരു ചെരുപ്പ് എടുക്കണം. ചെരുപ്പ് പണിയിക്കണം റൂമിലിടാൻ. നടന്ന അടിപൊളി. കണ്ടെത്തുന്നുള്ളതിലും വലിയ കുറവറില്ല. ആണ് ആ നീ എടുക്കണം. ഫുട്വെയർസ്. അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകേണ്ട സമയമായി. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ വന്ന ഷോപ്പ്. ഐ മീൻ ഷോപ്പല്ല, ഒരു ഗല്ലി കണ്ടില്ലേ, കുറേ സാധനങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ പോയ പോലത്തെ ഡേ ടു ഡേ പോലത്തെ ഒരു ഷോപ്പ്. ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ടാവും. നമ്മളെ പാട്ട് കയറണില്ല, സമയം പരിമിതമാണ്. രാത്രിയാണ് ഇവിടുത്തെ വൈബ്. ഫുള്ള് പാട്ടൊക്കെ ഓണായി, പരിപാടികളൊക്കെ സെറ്റായി. നമ്മൾ നേരത്തെ കണ്ട ഷോപ്പ് തന്നെയാണ്. എനിക്കൊരു ചെരുപ്പ് ഇവിടെ എടുക്കണം. ചെരുപ്പ് ഇനി ഇവിടെ ഉള്ളതിന് തപ്പട്ടെ. അപ്പോൾ എന്തായാലും അത്രക്കുള്ള ഇന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ്. കാരണം നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിച്ചിട്ട് കുറേ കാലമല്ലോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഇൻഷാല്ലാ വരുന്ന ദിവസങ്ങളിൽ ഇതിൽ ഉഷാറായിട്ടുള്ള ദുബായിയുടെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ അവിടെ വെയിറ്റപ്പ് ചെയ്യട്ടെ. ഇൻഷാല്ലാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.